വഫാത്തായിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ ചോദിച്ചു, കണ്ട ആള് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ഹിസാബിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒറ്റ വിഷയം അല്ലാഹു തആല ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ളൂ. എന്താണ് ആ ചോദ്യം? വല്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. ഖബറിന്റെ ലോകം വല്ലാത്തൊരു ലോകല്ലേ സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രഗൽഭനായ സ്വഹാബിവര്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോ ഖബറിന്റെ ഉള്ളിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അതും ഒരു സാധാരണ സ്വഹാബിയല്ല, അവിടുത്തെ മരണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശ് വരെ വിറച്ചുപോയി എന്ന് ഹദീസിൽ പഠിപ്പിച്ച സ്വഹാബിയാണ്. ആ മരണം നമ്മൾ മരിച്ചാൽ ആരറിയാൻ? അള്ളാഹുവിന്റെ അർശ് വരെ അറിഞ്ഞുപോയി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. ആ സഅദ് തങ്ങളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ, ഖബറിലേക്ക് വെച്ചിട്ട് അടിയിലെ ആ ഭാഗത്തുള്ള ഖബറിങ്ങനെ അടിയിലെ ഭാഗം കൊണ്ട് മൂടി റെഡിയാക്കിയിട്ട് സ്വഹാബത്തൊക്കെ മണ്ണിടാൻ ഒരുങ്ങുന്ന നേരം അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. തങ്ങൾ ചൊല്ലിയപ്പോ സ്വഹാബത്തും ചൊല്ലി തുടങ്ങി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ നേരം തസ്ബീഹ് ചൊല്ലി. പിന്നെ തങ്ങൾ തസ്ബീഹ് നിർത്തിയിട്ട് തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സ്വഹാബത്തും തക്ബീർ ചൊല്ലി. തക്ബീർ നിർത്തിയപ്പോ അവിടുത്തോട് ചോദിച്ചു, ലിമ സബ്ബഹത തവീലൻ സുമ്മ കബ്ബർത തവീലാ. നീണ്ട നേരം തസ്ബീഹ് ചൊല്ലിയല്ലോ നബിയേ, പിന്നെ നീണ്ട നേരം തക്ബീറും ചൊല്ലിയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, സാധാരണ കാണാത്തൊരു കാഴ്ച ഈ ഖബറിന്റെ ഉള്ളിൽ ഞാൻ കണ്ടുപോയി. ലഖദ് തദായഖ അലാ ഹാദൽ അബ്ദി സ്വാലിഹി ഖബ്റുഹു. ഈ നല്ല മനുഷ്യനെ ഖബർ പിടിച്ച് ഇടുക്കിപ്പോയി സ്വഹാബാ. ഖബർ പിടിച്ച് ഇടുക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല. അപ്പോഴാണ് ഞാൻ തസ്ബീഹ് ചൊല്ലിയത്. നിങ്ങളും എന്റെ കൂടെ കുറെ നേരം തസ്ബീഹ് ചൊല്ലിയത്. സഹോദരങ്ങളെ, തസ്ബീഹ് കുറെ നേരം അള്ളാഹുവിനല്ലേ വാഴ്ത്തുന്നത്, പടച്ചറപ്പിനല്ലാതെ ഈ പിടുത്തം വിടാൻ കഴിയുമോ? ഖബറിന്റെ 2 ഭിത്തികൾ ഒന്നാകെ അങ്ങ് കൂടിപ്പോയാൽ ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം. ഒരു ഈച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം. അക്കാടുന്ന ഖബറിന്റെ 2 ഭിത്തികൾ അങ്ങനെ അങ്ങ് വന്ന് ഇടുക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പരിഹാരം കണ്ടത്? ദിക്ർ തന്നെ പരിഹാരം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നീണ്ട നേരം തസ്ബീഹ് അങ്ങ് ചൊല്ലിയപ്പോ അതേ ഖബർ പിടുത്തം വിട്ടുപോയി. സഅദ് തങ്ങൾക്ക് ആശ്വാസം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അല്ലാഹു തആലാനെ വാഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഖബർ മൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി പോകരുത്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഖബറാളിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഖബറാളിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലണം. സാധാരണ നമ്മൾ ചൊല്ലുന്നതിൽ ഇസ്തിഗ്ഫാറും ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്. പടച്ച റബ്ബേ, ചോദ്യത്തിന്റെ നേരത്ത് നല്ല സ്ഥൈര്യം കൊടുക്കണേ അല്ലാഹ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടിയാൽ സഹോദരങ്ങളെ അത് വലിയൊരു വിജയത്തിന്റെ മാർഗം കൂടിയാണ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ സഹോദരങ്ങളെ? ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം. ഖബറിനെ കുറിച്ചുള്ള ഒരു ബോധം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. അതെ, ഖബറിന്റെ ഉള്ളിലല്ലേ ചോദ്യം നടക്കുന്നത്. ആ ചോദ്യ നേരത്ത് നല്ല സ്ഥൈര്യം ലഭിക്കാൻ സുബ്ഹാനല്ലാഹ് ഫർളും സുന്നത്തുകളും വീഴ്ച വരുത്താതെ ജീവിതത്തിൽ നിത്യമാക്കണം. തബാറക സൂറത്ത് എന്നും പതിവാക്കണം. ഖബറിന്റെ വിഷയത്തിൽ നിന്നുള്ള കാവലി എപ്പോഴും ചോദിക്കണം. സുന്നത്ത് നിസ്കാരത്തിലും ആ ദുആ വിട്ടു പോകരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഒരൊറ്റ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നെത്തുമ്പോഴേക്ക് തിരക്കും പിടിച്ച് സലാം വീട്ടിയിട്ട് എണീറ്റ് പോകണ്ട ഉമ്മമാരെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി. ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് സുന്നത്താണ്, നിസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാണ്. വഅലാ ആലിഹി എന്ന് ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ.
ചോദിക്കുന്ന നേരത്ത് പതറിപ്പോകരുത്. നന്നായി ആ ചോദ്യത്തിന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ചോദ്യത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ ജീവിക്കണം. പടച്ചറബിനോട് ആ നേരത്ത് സ്ഥിരത കിട്ടാൻ തസ്ബീത്ത് കിട്ടാൻ ഈമാനും ഇഖ്ലാസും എപ്പോഴും ഊട്ടിയുറപ്പിക്കണം. ഈമാനിന് ലെവലേശം സംശയമുണ്ടാകരുത്. ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരട്ടെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോടും മക്കളോടും പറഞ്ഞത് ഒന്നാമത്തെ വിഷയം എനിക്ക് നിങ്ങളവിടെ നിൽക്കുമ്പോ നേരം പോക്ക് ലഭിക്കുമെന്നാണ്. രണ്ടാമത്തതോ എന്റെ റബ്ബിന്റെ ദൂതന്മാര് ചോദിക്കാൻ വരുന്ന നേരത്ത് എന്തൊക്കെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ പുറത്തു നിന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോകരുതേ. ഉമ്മാനെ മറവ് ചെയ്ത്, ഉപ്പാനെ മറവ് ചെയ്ത്, കൂട്ടുകാരെ മറവ് ചെയ്ത് കുറച്ചു നേരം അതിന്റെ ചുറ്റുഭാഗത്തും നിന്ന് തസ്ബീത്ത് ചൊല്ലണം. ഒരമണിക്കൂർ നിന്ന് തസ്ബീത്ത് ചൊല്ലാൻ പറ്റുമോ? ഖബറൊക്കെ മൂടിയ ശേഷം, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം തസ്ബീത്ത് തുടരണം. തൽഖീൻ കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത്. തസ്ബീത്ത് നേരത്തെ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണെങ്കിൽ കഴിച്ചാണ്ട് വേഗം സലാമത്താകല്ല വേണ്ടിയത്. തസ്ബീത്ത് ലാസ്റ്റാ, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം. അങ്ങനെയല്ല തസ്ബീത്ത്, അങ്ങനെയാണ് തസ്ബീത്ത്. തസ്ബീത്ത് ചെല്ലണം. തസ്ബീത്ത് മണ്ണിടുമ്പോഴേക്ക് തുടങ്ങിക്കൊള്ളിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മണ്ണിട്ട് ദുആക്കെ കഴിഞ്ഞതിന് ശേഷവും അവിടെ നിന്നുകൊണ്ട് തസ്ബീത്ത് ചെല്ലണം. ഖബറൊക്കെ ഫുള്ള് മൂടിയ ശേഷമാണ് നബി തങ്ങൾ തസ്ബീത്ത് എല്ലാം വേണ്ടി പറഞ്ഞത്. ഈ തൽഖീൻ നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഏതോ ആൾ തുടങ്ങി വെച്ചതാണ് ഈ തസ്ബീത്ത്. അങ്ങനെയല്ല വേണ്ടത് ശരിക്കും. ഞാൻ പുതിയതായിട്ട് ഒരു സുന്നത്തമാത്തിന്റെ ആശയം ഒന്ന് കോഴിക്കോട് എഴുതി കൊണ്ടൊന്നുമല്ല. അങ്ങനെ തന്നെ ഉള്ളത്. നേരത്തെ തന്നെ ഇമാമിയങ്ങൾ ഉസ്താദ്മാരൊക്കെ പഠിപ്പിച്ച അങ്ങനെ തന്നെ. ചോദ്യം ചോദിക്കപ്പെടുന്ന നേരത്തെ അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലണം. അവിടെ നിൽക്കണം. മുഅ്മിനീങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഖബറാളിക്ക് സന്തോഷമാണ് എന്ന് ലോകത്ത് ആരാ പഠിപ്പിച്ചത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തസ്ബീത്തിൽ സന്ദേഹം ഉണ്ടാകരുത്. തൽഖീനിൽ സന്ദേഹം ഉണ്ടാകരുത്. സുന്നത്ത് ജമാഅത്തിന് ഒറ്റ കാര്യത്തിലും സംശയം ഉണ്ടാകാൻ പാടില്ല. ഉറച്ച ഈമാനാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിലൂടെ, സ്വഹാബത്ത് താബീങ്ങളിലൂടെ, താബിയുകൾ ഇമാമിങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും അടിയുറച്ച നല്ല ഈമാനും ഇഖ്ലാസും ഉണ്ടാകണം. ഈമാനിൽ ലെവലേശം മാറ്റമുണ്ടായാൽ, നിഫാഖ് ബാധിച്ചു പോയാൽ, ബിദ്അത്ത് ബാധിച്ചു പോയാൽ ഏറ്റവും വലിയ സങ്കടം വരുന്നൊരു നേരമാണ് ഖബറിന്റെ ലോകം കേട്ടോ. മറ്റൊന്ന് മഹ്ശറിൽ വെച്ച് മുഅ്മിനീങ്ങൾ അവരുടെ നൂറോടെ മുന്നോട്ട് നീങ്ങുമ്പോ പിന്നാലെ ഇരുട്ടിൽ തപ്പുന്ന മുനാഫിഖുകൾ വിളിക്കും, അലം നകും മഅകും, നമ്മൾ നിങ്ങളോടൊപ്പം ജീവിച്ചവരല്ലേ, ഒപ്പം നിസ്കരിച്ചവരല്ലേ, ഒപ്പം പലതും ചെയ്തവരല്ലേ. മുഅ്മിനീങ്ങൾ പറയും, ഖാലൂ ബലാ, സംഗതിയൊക്കെ അങ്ങനെ തന്നെ, വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനിയു ഹത്താ ജാ അംറുല്ലാഹി വഗറക്കും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവിലെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. പല വിഷയങ്ങളിലും നിങ്ങൾ സംശയിച്ചു പോയി. പലതും ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി പോയി. വഗറക്കും ബില്ലാഹിൽ ഗറൂർ. മഹാവഞ്ചകനായ പിശാച് നിങ്ങളെ ചതിച്ചുപോയി എന്ന് ഈമാനുള്ളവർ മറുപടി പറഞ്ഞ് മുന്നോട്ട് നീങ്ങും. സഹോദരങ്ങളെ, മുനാഫിഖുകൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു പ്രയോജനം ഉണ്ടാകുമോ? ഇല്ലല്ലോ. ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കാൻ വിധിക്കപ്പെട്ട നരകത്തിലെ അടിത്തട്ട് അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നത് ആർക്കാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടന്മാർക്കല്ലേ നരകത്തിലെ അടിത്തട്ട്. കപട വിശ്വാസികൾക്കല്ലേ വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ചു. നിസ്കാരത്തിന് കുറവൊന്നുമില്ല, മറ്റു സുഹൃതങ്ങൾക്ക് കുറവൊന്നുമില്ല. കുറവുള്ളത് ഈമാനിനാണ്. ഈമാന് കുറവുണ്ടാകാൻ പാടില്ല. ലോകത്ത് ഈമാനിൽ കുറവുള്ള വിഭാഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു വിഭാഗമാണ് ഷീഇയ്യത്ത്, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. വിശ്വാസരംഗത്ത് വലിയ വൈകല്യമുള്ള കൂട്ടരാണ്. 1, 2 ഒന്നല്ല, 10, 45 വിഭാഗം ഉണ്ടവര്. കിതാബിൽ തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 10, 45 വിഭാഗം ഉണ്ട്. പള്ളി ദർസിൽ ഓതുന്ന ഷർഹുൽ അഖായിദിന്റെ ഷർഹുകളിലൊക്കെ കാണാം. ചില വിശ്വാസങ്ങൾ കേൾക്കുമ്പോൾ അവർ ഇത്രയും പോയത്തക്കാരാണോ എന്ന് ചിന്തിച്ചു പോകും. സൈദിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അതിൽ അവരിപ്പുണ്ടോന്ന് അറിയില്ല. അവരെന്താ പറയുന്നത് അറിയാം? ഈ മഴ പെയ്യുന്നതൊക്കെ അതൊക്കെ അല്ലാഹു തആലാന്റെ മൂത്രാണ് എന്ന് അവർ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ വിശ്വാസത്തിന്റെ ഒരു വൈകല്യം. അവർക്കുണ്ട് പള്ളി, അവർക്കുണ്ട് നിസ്കാരം, അതുകൊണ്ട് മാത്രം കാര്യമില്ല. വിദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ വാങ്ക് തന്നെ മാറിയത് കാണാം. നമ്മുടെ നാട്ടിൽ വാങ്ക് മാറിയിട്ടുണ്ടോ? ഇല്ല. അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി വലിയുല്ലാഹ് എന്ന് കേൾക്കാം. ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ് എന്നും കേൾക്കാം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങളാണിത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ച ബിദ്അത്തുകാർ, നിഫാഖ് ബാധിച്ചവർ, അവരെല്ലാം കുടുങ്ങുന്നൊരു ലോകമാണ് അവിടെ. ഏറ്റവും അധികം ഈമാൻ ഇല്ലാത്ത ആളുകൾ ഒന്ന് മുസ്ലിമായെങ്കിലെങ്കിലും മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നൊരു നേരം എപ്പോഴാണെന്നറിയോ?
ഒന്നാമത്തെ തട്ടിൽ നിന്ന് ദോഷികളായ മുഅ്മിനീങ്ങളുടെ ശിക്ഷ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായി അവരെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുമ്പോ 6 തട്ടുകളിലും കിടക്കുന്ന ആളുകൾ പറയും, ദോഷികളായ മുസ്ലിമെങ്കിലും ആയില്ലല്ലോ. ഒന്നാമത്തെ തട്ടിൽ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു, അവർക്ക് രക്ഷ കിട്ടിയല്ലോ ഈമാനിന്റെ പേരില്, നമുക്ക് അതും കിട്ടിയില്ലല്ലോ എന്ന് ബാക്കി 6 തട്ടിലും ഉള്ള ആളുകൾ ആവർത്തിച്ചവർ പറയും, റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഈമാനില്ലാത്ത ആളുകൾ ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ, ഒന്ന് ഇസ്ലാമോടെ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന, വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന, വിളിച്ചു പറയുന്ന നേരം അത് പരലോകമാണ് സഹോദരങ്ങളെ. ഈമാൻ ഇവിടുന്ന് കാത്തു സൂക്ഷിക്കേണ്ടതാണ്, ഇവിടുന്ന് സമ്പാദിക്കേണ്ടതാണ്. അവിടെ പോയി മുഅ്മിനാകാൻ എല്ലാവരും റെഡിയാണ്. ഏറ്റവും അധികം അതേ പരലോകത്തുനിന്ന് ഞങ്ങൾ ഈമാനിലേക്ക് വന്നുകൊള്ളാം, ഞങ്ങൾ മുസ്ലിമായി കൊള്ളാം എന്ന് പറയുന്നവരാരാണ്? സത്യനിഷേധികളാണ്. അവരാണ് ഏറ്റവും അധികം അല്ലാഹുവോട് പറയാം, ഫലോ അന്നലനാ കറ, ഒരു ചാൻസ് കൂടി തരൂ പടച്ചോനെ, ഒറ്റ ചാൻസ് കൂടി, ഫനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളിൽ പെട്ടിങ്ങോട്ട് വരാം. ഈമാൻ കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഞങ്ങൾക്ക് വന്നു, അത്രേ ഉള്ളൂ, ഒരു ചാൻസ് കൂടി നീ തന്നാ മതി. നടക്കോ ഇനി അത്? അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാനിന് രാജിയാകുന്ന, ഈമാനിന് എതിരാകുന്ന ഒരു വാക്കും പ്രവൃത്തിയും വരാതെ നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കണം. ഈമാനിന് കേടുപാട് സംഭവിക്കരുത്. ഈമാന് കേടുപാട് സംഭവിച്ചാൽ പിന്നെ എത്ര വലിയ അമല്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അമല് ചെയ്തിട്ടും കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിയമങ്ങൾക്ക് നിയമത്തിന്റെ വില തന്നെ നമ്മുടെ കൽബിൽ വേണം. ഹറാമിന് പുല്ല് വില വന്നാൽ, ഹറാമ് ലാഘവത്തോടെ കണ്ടാൽ, ഹലാലാക്കുന്ന പരിവേഷം വന്നാൽ, പലരും ചെയ്യുന്നു എന്ന മുഖേന പ്രശ്നമില്ല എന്ന ഒരു ചിന്തയും വാക്കും വന്നാൽ, ഒരൊറ്റ ഹറാമിനെ ഹലാലാക്കിയാൽ തന്നെ ദീന് വിട്ട് പുറത്തുപോയി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യവും അതിന് ആസ്വാദകരും അതിന് പ്രേക്ഷകരും അതിന് സമ്പാദകരും അതിന് പ്രസിദ്ധീകരിക്കുന്ന ആളുകളും അതിന് പബ്ലിസിറ്റി ചെയ്യുന്നവരും ലോകതലത്തിൽ വർദ്ധിക്കുകയും അതിന്റെ വിവിധ മുഖങ്ങൾ ലോകതലത്തിൽ വരികയും അതിന്റെ ആളുകളായിട്ട് പലരും മാറുകയും ചെയ്യുമ്പോ, മുസ്ലിമേ, നിന്റെ കൽബിലെങ്ങാനും ഒരിക്കലെങ്ങാനും തോന്നിപ്പോയാൽ, ഇതിനൊന്നും പ്രശ്നമില്ലാന്ന് തോന്നിപ്പോയാൽ, പച്ച ഹറാമിന് കുഴപ്പമില്ലെന്ന് തോന്നിപ്പോയാൽ, ഈമാൻ പോയി കേട്ടോ. ഇതിനത്ര പ്രശ്നമൊന്നുമില്ല, എത്ര ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്, എത്ര ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് വന്നാൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാൻ പോയി. അതുകൊണ്ടാണ് ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം, ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. എത്ര സന്നിഗ്ധ ഘട്ടമാണെങ്കിലും അതിനോട് സമരസപ്പെടുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടായിക്കൂടാ. എത്ര ബുദ്ധിമുട്ടുള്ള സംഗതി വന്നാലും അത് സ്വീകരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കൂടാ. ലാഘവത്തോടെ കാണരുത്, ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. അതിനൊന്നും പ്രശ്നമില്ലാന്ന് കാണരുത്. പ്രായപൂർത്തിയും പക്വതയും എത്തിയിട്ട് 1-2 മക്കളുള്ള ഒരു ഉപ്പയോട് അല്ല, അങ്ങനെയൊന്നും ഈ രൂപത്തിലൊന്നും വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ, ഇസ്ലാമികമായിട്ട് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമില്ലേന്ന് ഒരു ഉസ്താദ് നല്ല ഉപദേശം നൽകിയതാണ്. അയാളെ ബുദ്ധിമുട്ടാക്കി അല്ലെങ്കിൽ അപമാനിക്കുക ഒന്നുമില്ല, വ്യക്തിപരമായിട്ട് ഉപദേശിച്ചതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇപ്പൊ ദുന്യാവിൽ ജീവിക്കാൻ കഴിയും, കുറച്ചൊക്കെ എങ്ങനെ ഇല്ലാതെ ഇപ്പൊ എങ്ങനെ ജീവിക്കാം? സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇതൊക്കെ കുറച്ച് അനുവദിക്കണം എന്നല്ലേ ആ പറഞ്ഞ മനസ്ഥിതി? ഉസ്താദ് പറയുന്നത്, ഈ രൂപത്തിലുള്ള നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അത് ശരിയല്ല, അറിവില്ലാതെ ധരിച്ചതാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. നിങ്ങളെ മോനും ധരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. വളരെ കടുത്ത ഭാഷയിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്നൊക്കെ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ലേ? ഈ വിഷയം നമ്മിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ മറുപടി എന്താണെന്നറിയോ? ഇങ്ങനൊക്കെ അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ കഴിയോന്നാണ്. സഹോദരങ്ങളെ, ഏത് കാലം മാറി വന്നാലും ഹറാം ഹറാമായിട്ട് തന്നെ വിലയിരുത്തണം. ഹലാലിന്റെ പരിവേഷം കൊടുത്തുകൂടാ. +2 കാരിയായ ഒരു പെണ്ണിനെ പർദ്ദ ധരിച്ച് മഫ്ത ധരിച്ച് ബുർഖ ധരിച്ച ഉമ്മാന്റെ കൂടെ തോളിൽ ഒരു ഷാളും ഇട്ടിട്ട് കണ്ടപ്പോ ഒരു പൊതുപ്രവർത്തകനായ ദീനീ പ്രവർത്തകൻ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ നല്ല മുത്തഖിയായ ഉമ്മയാണ്, പക്ഷേ കെട്ടിക്കാൻ പ്രായമായ നിങ്ങളെ കൂടെയുള്ള ഈ മകള് +2 പഠിച്ചു കഴിഞ്ഞ ഈ പെണ്ണ് തലയിൽ ഒരു തട്ടമില്ലാതെ തോളിൽ ഒരു തട്ടമിട്ടിട്ടല്ലേ പോകുന്നത്? തലയിൽ തട്ടമിടാതെ നടക്കുന്നത് ഹറാമല്ലയോ എന്ന് പറയുന്ന സമയത്ത് മറുപടി വന്നത് എങ്ങനെയെന്നറിയോ? നമ്മൾ വാക്കുകളെ ശ്രദ്ധിക്കാൻ
ആരംഭിക്കാനാ ഞാൻ പറയുന്നത്. അതൊരു പുതുജീവിതം ആരംഭിക്കുമ്പോഴൊക്കെ ആരംഭിച്ചാ പോരെ, തട്ടമിട്ടിട്ട് ബുർഖയിട്ടിട്ട് പർദ്ദയിട്ട് മട്ടത്തിൽ നടക്കുന്നത് മതിയോ സഹോദരാ, മതിയോ ഉമ്മ? അതുവരെ ഈ ഹറാമിന് പെർമിഷൻ ഉണ്ട് എന്നാണോ പറയുന്നത്? ആരാ നമുക്ക് അനുവാദം നൽകിയത്? ആരാ നമുക്ക് അംഗീകാരം നൽകിയത്? ഇതിന് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇത് പാടില്ലെന്ന് പറയുന്ന വിഷയം നമ്മൾ തിരുത്തിയില്ലയോ? നന്നായി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഹറാമിനെ ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ വർജിക്കുന്ന മനസ്സാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. പൂർവികർ ഈമാനെ കാത്തു സൂക്ഷിച്ചത് നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിംകളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ റോമിൽപ്പെട്ട രാജാവിന്റെ ഒരു പോരാളി, റോമിലെ രാജാവ് അന്ന് മുസ്ലിമല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ആ രാജാവിന്റെ ഒരു പോരാളി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് മുസ്ലിംകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, റോമിലെ രാജാവിന് വിവരം കിട്ടി, ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിവരം കിട്ടി. റോമിലെ രാജാവ് പറഞ്ഞു, അവരെ എല്ലാവരെയും ചെങ്ങലയിൽ ബന്ധിക്കണം. ചെങ്ങലയിൽ ബന്ധിച്ച് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ റുക്കൂഇന്റെ രൂപത്തിലേ കൊണ്ടുവരാവൂ. റുക്കൂഇന്റെ രൂപത്തിൽ രാജാവിന്റെ മുന്നിലേക്ക് കടക്കുന്ന രൂപത്തിൽ ആ രാജാവിന്റെ മുന്നിലേക്ക് നേർക്ക് കടക്കാൻ പറ്റൂല. ഒന്ന് വളഞ്ഞിട്ട് രാജാവിന്റെ മുന്നിലേക്ക് പോകണം. നിർബന്ധമായിട്ടും ഒരാൾക്ക് റുക്കൂ ചെയ്യിപ്പിക്കുന്ന സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, മുസ്ലിംകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ രാജാവിന്റെ മുന്നിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അതേ ചെങ്ങലയിൽ ബന്ധിച്ച് റുക്കൂഇന്റെ രൂപത്തിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തിയപ്പോ, റുക്കൂഇന്റെ രൂപത്തിൽ അങ്ങോട്ട് കടക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅസ്തഹീ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അദ്ഖുല അലൽ കാഫിരി കഹൈഅത്തിർ റാകിഈ. അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ വിശ്വസിച്ച മുത്ത് നബി തങ്ങൾ ഞാൻ ഈ ചെയ്യുന്നത് കാണുന്നുവല്ലോ, അല്ലാഹുവിന്റെ റസൂൽ കാണുമല്ലോ. നബി തങ്ങൾ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാഫിറിന്റെ സവിധത്തിലേക്ക് റുക്കൂ ചെയ്യുന്ന കോലത്തിൽ പോകുന്നത് എനിക്ക് നാണമാണ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വിടുന്നുണ്ട്. ഒരുപാട് സഹോദരിമാര് ഉമ്മമാര് വന്നിട്ടുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു. നല്ല സംഭാവന കൊടുത്തേക്കണം പരിപാടിക്ക് വേണ്ടി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇരിക്കട്ടെ സഹോദരങ്ങളെ, റുക്കൂഇന്റെ രൂപത്തിൽ എനിക്ക് അങ്ങോട്ട് കിടക്കുന്നത് നാണമാണ്, എനിക്കത് പറ്റൂലാന്ന് ഈ ഒരു മുസ്ലിംകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞപ്പോ രാജാവിന്റെ അനുയായി പറഞ്ഞു, ആ രൂപം അവിടെ നിന്ന് ഉയർത്തു. അയാൾ തലകുനിച്ച് വരാതെ നേർക്കുനേരെ വരട്ടെ. നേർക്കുനേരെ മുന്നോട്ട് കടന്നു ചെന്നു. അതേ കുനിച്ചു പോകുന്ന സ്വഭാവം, അതിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറഞ്ഞു. നേരെ രാജാവിന്റെ അനുയായിയുടെ മുന്നിലേക്ക് പോയി. ദീർഘനേരം സംസാരിച്ചപ്പോ റോം രാജാവിന്റെ അനുയായി പറഞ്ഞു, നീ ഞങ്ങളെ ദീനിൽ പ്രവേശിക്കണം. ഒരാളോട് പറയാണ്, ഞങ്ങളെ മതത്തിൽ നീ പ്രവേശിക്കണം. എന്റെ കയ്യിലുള്ള ഭരണത്തിന്റെ മോതിരം നിന്റെ കയ്യിലേക്ക് വെച്ചു തരാം. റോമിന്റെ അധികാരം നിനക്ക് ലഭിക്കും. നിനക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. ആ സമയത്ത് മുസ്ലിമായ സഹോദരൻ ആ റോമിന്റെ അധിപനോട് ചോദിച്ചു, അല്ല കം ലിറൂമി മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് റോം എന്ന് പറയുന്ന പ്രദേശം എത്രയുണ്ട്? അതേ, കുറഞ്ഞ പ്രദേശമല്ലേ ഉള്ളൂ. ദുനിയാവ് മൊത്തം റോമല്ലല്ലോ, ദുനിയാവിന്റെ പകുതി റോമല്ലല്ലോ, ദുനിയാവിൽ കുറഞ്ഞ ഭാഗമല്ലേ റോം എന്ന് പറയുന്നത്. ലൗകാനത്തിദ് ദുനിയാ കുല്ലുഹാ ലഹും മംലൂഅതൻ ദഹബൻ വജവാഹിറ വഅതുഹാ ഖിലാഅതുഹാ ഇലയ്യ ബദലൻ അൻ സമാഇ അദാനി യൗമിൻ മാ ഖബിൽതുഹാ. മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? ഈ റോം എന്ന നാട് മുഴുവനും സ്വർണവും മുത്തും രത്നവും നിറച്ചിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ വന്ന് എന്റെ കയ്യിലേക്ക് സംഭാവനയായി കൊണ്ടുതരുന്നത് ഒരൊറ്റ ദിവസത്തെ വാങ്ക് കേൾക്കാതിരിക്കുന്നതിന് പോലും പകരമായി സ്വീകരിക്കാൻ പറ്റൂല. ഇന്നത്തെ വാങ്ക് നീ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വക്തിന്റെ വാങ്ക് കേൾക്കാതിരിക്കാൻ ഈ നാട് നിറയെ നിങ്ങൾ സ്വർണം എന്റെ കയ്യിൽ കൊണ്ടുവന്നാലും ഞാനത് സ്വീകരിക്കൂല. അപ്പൊ ചോദിച്ചു, ഈ റോമിന്റെ സൈന്യത്തിന്റെ അധിപൻ ചോദിച്ചു, എന്താണ് വാങ്കെന്ന് പറയുന്നത്? വാങ്കങ്ങ് ഉച്ചത്തിൽ ചൊല്ലിക്കൊടുത്തു. ആ വാങ്കിലുണ്ടല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ രണ്ട് വാക്കുകൾ കേട്ടപ്പോ റോമിന്റെ അധിപൻ പറഞ്ഞു, നേതാവ് പറഞ്ഞു, ഈ മനുഷ്യന്റെ മനസ്സിൽ ഖസ്സബത ഹുബ്ബു മുഹമ്മദിൻ ഫീ ഖൽബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഇയാളെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. പെട്ടെന്നൊന്നും ഇയാളെ മടക്കാൻ കഴിയൂല. മുസ്ലിംകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് ഒരാളെ പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അധികാരത്തിന്റെ മോതിരമാണ് കയ്യിലേക്ക് തരാമെന്ന് പറഞ്ഞത്.
അധികാരത്തിന്റെ മോതിരോ? ഈ നാട് മൊത്തം നിങ്ങൾ സ്വർണവും മുത്തും മറ്റൊക്കെ നിറച്ചു വന്നാലും ഒരു നേരത്തെ വാങ്ങ് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കൂല. പിന്നല്ലേ നാടിന്റെ അധികാരം മൊത്തം. അപ്പൊ വാങ്ങ് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് മറ്റേ ആൾ പറഞ്ഞത്, ആ വാങ്ങിലുണ്ടല്ലോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള ഹുബ്ബ് ഇവരൊക്കെ കൽബിൽ ഉറച്ചു പോയിട്ടുണ്ട്. പെട്ടെന്ന് ഇവരെ മടക്കിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് താമസിപ്പിച്ചുകൊണ്ട് ശിക്ഷകൾ കൊടുക്കാം. സൈന്യങ്ങളോട് ഉത്തരവിടുന്നു. എന്താണ് അടുത്ത ഉത്തരവ്? വലിയ ഒരു തീ കത്തിച്ചിട്ട് അതിന്റെ മേലെ ഒരു ചെമ്പ് കൊണ്ടുവന്ന് വെക്കണം. ആ ചെമ്പിലേക്ക് വെള്ളം ഒഴിക്കണം, നിറയെ വെള്ളം ഒഴിക്കണം. ചെമ്പ് കൊണ്ടുവന്ന് വെക്കുന്നു. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ ചോദ്യം ചെയ്ത് ഉത്തരം പറഞ്ഞ് വാങ്ങൊക്കെ കൊടുത്ത ആള് ചെമ്പ് കാണുകയാണ്. നമ്മളൊന്ന് ഈമാനിനെ ചിന്തിക്കണം കേട്ടോ. ചെമ്പ് കാണുകയാണ്. ആ ചെമ്പിന്റെ അടിയിൽ തീ എങ്ങനെ കത്തുന്നു? വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്നു. വെള്ളം എങ്ങനെ തളച്ചു പൊന്തിയപ്പോ പിടിച്ച് വെള്ളത്തിലേക്ക് അയാളെ വലിച്ചെറിയൂ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടി പിടിച്ച് ഈ മനുഷ്യനെ ചെമ്പിലേക്ക് വലിച്ചെറിയുമ്പോ ചെമ്പിലേക്ക് എത്തുന്നത് കുറെ ദൂരത്ത് നിന്ന് എറിഞ്ഞിട്ടാണ്. ചെമ്പ് തൊടാനായ നേരത്ത് മുസ്ലിം അങ്ങ് ചൊല്ലിപ്പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മോടുകൂടെ, പടച്ച റബ്ബല്ലേ ഈ തീന് ശക്തി കൊടുക്കുന്നവൻ, പടച്ച റബ്ബല്ലേ ഈ വെള്ളം തിളപ്പിക്കുന്നവൻ, പടച്ച റബ്ബല്ലേ ഈ തീന് ചൂട് കൊടുക്കുന്നവൻ, ആ അള്ളാഹുവിന്റെ ഇസ്മോടെ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ബിസ്മിയും ചൊല്ലിയിട്ട് ആ ചെമ്പിലേക്ക് അങ്ങ് കിടന്ന് ഒരു ഭാഗത്തുകൂടെ പ്രവേശിച്ച് മറ്റൊരു ഭാഗത്തുകൂടെ പുറത്തേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്. അവർക്കൊന്നും തൊടാൻ കഴിയാതെ തിളച്ചു മറിയുന്ന വെള്ളം, അതിന്റെ ചൂടിന്റെ ഡിഗ്രി കൊണ്ട് എത്രയോ ഉയരത്തിലേക്ക് അതിന്റെ ആവി പൊങ്ങുന്നുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്, വല്ലാത്തൊരു ഈമാൻ തന്നെയാണ്. ഈ മനുഷ്യനൊന്നും പറ്റിയില്ല. അവർ നോക്കുന്നു, ഒരു ഭാഗത്തും പൊള്ളിയിട്ടില്ല, രോമം കരിഞ്ഞിട്ടില്ല, കല വീണിട്ടില്ല, എവിടെയും ചുവപ്പോ മറ്റു കളറുകളോ ഒന്നും ആയിട്ടില്ല. അതാ അടുത്ത ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. രാജാവിന്റെ സൈന്യത്തിന്റെ അധിപൻ പറയുന്നു, ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി താമസിക്കണം ഈ മനുഷ്യനെ. ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ആ മുറിയിൽ തന്നെ കെട്ടിയിടൂ. അതേ ഇരുട്ടുമുറിയിലേക്ക് പാത്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കേണ്ടത് പന്നിമാംസവും കള്ളും മാത്രമാണ്. പച്ചവെള്ളം കൊടുക്കരുത്, കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവും കൊടുക്കരുത്. എങ്ങനെയുണ്ട് ഈമാൻ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. റൂമിൽ കൊണ്ടുപോയി അടച്ചിടുന്നു. 40 ദിവസം കൊടുക്കാൻ വേണ്ടി പറയുന്നത് കള്ളും പന്നിമാംസവുമാണ്. പന്നിമാംസം ഹറാമല്ലേ, കള്ളും ഹറാമല്ലേ, ഖംറും ഹറാമല്ലേ, അത് കൊടുക്കാനാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. റൂമിലുള്ള വെളിച്ചം കെടുത്തിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ കള്ളും മറ്റൊരു പാത്രത്തിൽ അതാ ചുട്ടതും പൊരിച്ചതുമായ പന്നിമാംസവും വെച്ചുകൊണ്ട് മുന്നിലേക്ക് വെക്കുന്നു. ചെറിയ സ്വബർ മതിയോ, ചെറിയ ക്ഷമ മതിയോ? അള്ളാഹു തന്ന ഈമാനിന്റെ വലുപ്പവും അള്ളാഹു തന്ന ഈമാനിന്റെ കടുപ്പവും അള്ളാഹു തന്ന ഈമാനിന്റെ യശസ്സും മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല. മുൻഗാമികൾ അനുഭവിച്ചു പോയി, മധുരം ആസ്വദിച്ചു പോയി, കുലുക്കമില്ലാത്ത ഈമാൻ കയ്യിലെത്തി പോയി. ഈ റൂമിന്റെ ഉള്ളിൽ വെളിച്ചം കൊടുക്കാതെ പട്ടിണിക്ക് ഈ മനുഷ്യനെ ഇട്ടിട്ട് 40 ദിവസം ഇങ്ങനെ ചെയ്തപ്പോ സുബ്ഹാനല്ലാഹ്, ബാക്കിയുള്ളവർ വിചാരിച്ചു 1-2 ദിവസമൊക്കെ അയാൾ പട്ടിണി സഹിച്ചിട്ട് പിന്നെ അയാൾ ഒരു പക്ഷേ ഭക്ഷിച്ചേക്കും എന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവര് നിർബന്ധിതമായ ഘട്ടത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ അത് ഭക്ഷിക്കാം. ആയുസിനെ, ശരീരത്തിന്റെ ആരോഗ്യത്തെയും ജീവത്തെയും നിലനിർത്താൻ വേണ്ടിയിട്ട് ദീനീപരമായിട്ട് ഭക്ഷിക്കൽ ജായിസാണോ എന്ന് ചോദിച്ചാൽ വേറൊന്നും കിട്ടാത്ത രൂപത്തിൽ ഭക്ഷിക്കാം. പക്ഷേ അവർ ഈമാൻ അതിന് സമ്മതിക്കൂല, അവർ ഇഖ്ലാസ് അതിന് സമ്മതിക്കൂല. ആ ഒരു പഴുത് നോക്കിയിട്ട് അവർ ഭക്ഷിക്കൂല. 40 ദിവസം കഴിഞ്ഞിട്ട് റൂം തുറന്നു. റൂം തുറന്നപ്പോ വെച്ചതൊക്കെ അങ്ങനെയുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. ചോദിച്ചു അവർ, കൈഫലാ തഅകുലു മിൻഹു, ഓ മനുഷ്യ, എന്തേ ഇതിൽ നിന്ന് നീ ഭക്ഷിക്കാതിരുന്നത്? പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്കിത് ഭക്ഷിക്കാമല്ലോ, നിന്റെ മതം അതിനെ അനുവദിക്കുന്നുണ്ടല്ലോ. എന്താണ് മുസ്ലിം പോരാളിയുടെ മറുപടി എന്നറിയോ? ലൗ അകൽതു മിൻഹു ലഫറഹതും, ഞാൻ അല്പമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം വരൂലേ? നിങ്ങൾ തിന്നുന്ന അല്ലാഹ് ഹറാമാക്കിയത് ഞാനും തിന്നു എന്നൊരു സന്തോഷം നിങ്ങൾക്ക് തോന്നൂലേ? അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും തന്നെ ഭക്ഷിച്ചില്ല. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നിലനിർത്തി തന്നു. അല്ലാഹു തആല കൊടുക്കൂലേ റിസ്ക്? അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു കൊടുക്കൂലേ ആരോഗ്യം? അല്ലാഹു തആല കൊടുക്കും ആരോഗ്യം. ഒന്നും ഭക്ഷിക്കാതെ ബുദ്ധിമുട്ടായി നിന്നിട്ട് വിശപ്പ് അനുഭവിച്ച് മരിക്കേണ്ട ഒരു ഘട്ടം വരുമോ അവർക്ക്? ഇല്ല.
ഭക്ഷണമൊന്നും കഴിക്കാതെ, നല്ല ഭക്ഷണമൊന്നും കൊടുക്കാതെ ലിമിറ്റായ ഭക്ഷണം മാത്രം കൊടുത്തിട്ട് തടവിൽ പാർപ്പിച്ചിരുന്നില്ലേ ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു നേരം നോക്കിയ ഹാരിത്തിന്റെ മകളായ സൈനബ് ഹുബൈബ് റളിയല്ലാഹു അൻഹു പോയി നോക്കിയപ്പോ സൈനബ് എന്ന് പറയുന്ന ആ പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പോലെ നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. ഹുബൈബ് തങ്ങൾ എന്റെ വീട്ടിന്റെ മുറിയിൽ താമസിക്കുമ്പോ ഞാൻ കണ്ടു അദ്ദേഹം കയ്യിൽ മുന്തിരിക്കൊല പിടിച്ച് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. മക്കയിൽ എവിടെയും മുന്തിരി കിട്ടുന്ന കാലമല്ല. അത് ഹുബൈബ് തങ്ങൾക്ക് സെപ്പറേറ്റ് ആയി അള്ളാഹു നൽകിയ ഭക്ഷണം തന്നെ. കനിയില്ലാ കാലം നീയെ കൊടുത്തോവർ, കരിഞ്ഞാമരത്തിന്മേൽ കയാ നിറച്ചോവർ. മക്കയിൽ എവിടെയും മുന്തിരി കിട്ടാത്ത കാലം, ഒരൊറ്റ മരത്തിലും മുന്തിരി ഇല്ലാത്ത കാലം ഹുബൈബ് തങ്ങൾക്ക് അള്ളാഹു മുന്തിരി എന്ന ഭക്ഷണം കൊടുത്ത് സന്തോഷം നൽകിയില്ലയോ? അള്ളാഹുവിന്റെ സ്പെഷ്യൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹു അല്ലേ? അതിനാരെങ്കിലും മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ലേ, ഇല്ല. 40 ദിവസം ഈ മുസ്ലിം സഹോദരൻ ആ റൂമിന്റെ ഉള്ളിൽ താമസിച്ചിട്ട് ഒരു വെള്ളത്തിന്റെ ഒരു മുറുക്ക് പോലും കുടിക്കാതെ, ഖംറിന്റെ ഒരു ചെറിയ തുള്ളി പോലും കടിക്കാതെ, പന്നിമാംസം ഒരു കഷ്ണം പോലും രുചി നോക്കാതെ എങ്ങനെയാ സഹോദരങ്ങളെ തള്ളി നീക്കിയത്? അല്ലാഹു അല്ലേ അവർക്ക് ആരോഗ്യം നൽകിയത്? അല്ലാഹു അല്ലേ അവർക്ക് ഈമാൻ നൽകിയത്? ഈമാനിന്റെ ഒരൊറ്റ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ ഈ ത്യാഗം അവർ സഹിക്കുന്നത്? അപ്പൊ പിന്നെ സഹായം കൊടുക്കുന്നത് അല്ലാഹു തന്നെയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് അവിചാരിത മാർഗത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകും. അവന് കൊടുക്കേണ്ട മാർഗങ്ങളൊക്കെ അല്ലാഹു കൊടുക്കും, പരിഹാരങ്ങളൊക്കെ കൊടുക്കും. ഇതും നടന്നില്ല എന്ന് കണ്ടപ്പോ സൈന്യാധിപൻ ആ മനുഷ്യനോട്, മുസ്ലിമിനോട് പറഞ്ഞു, എങ്കിൽ ഒന്നും നീ ഭക്ഷിക്കാത്തത് കൊണ്ട് നിന്നെ വഴിക്ക് വിടണോ? നിന്റെ കൂടെയുള്ള തടവുകാരെ ഞാൻ വിട്ടേക്കണോ? എന്റെ കാലിൽ കിടന്നൊരു സുജൂദ് നീ ചെയ്തേക്കൂ, എന്റെ കാലിൽ കിടന്നൊരു സുജൂദ് നീ ചെയ്തേക്കൂ. അപ്പോൾ ആ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, റോമിലെ അധിപനോട് പറഞ്ഞു, ഇന്ന സുജൂദ ഫീ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽ അല്ലാഹുക്കല്ലാതെ വേറെ ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. എന്നിട്ടാണോ നിനക്കൊരു സുജൂദ്? എന്നിട്ടാണോ നിന്റെ മുന്നിലൊന്ന് വീഴുന്നത്? നടക്കൂല കേട്ടോ. അപ്പോൾ സൈന്യാധിപൻ അവസാനം തോറ്റിട്ട് പറഞ്ഞു, എങ്കിലൊരു കാര്യം പറയട്ടെ, നീ എന്റെ കൈയൊന്ന് ചുംബിക്കണം. അതെ, ഞാൻ നിന്റെ മാർഗവും നിന്റെ കൂടെയുള്ള തടവുകാരെയും വിട്ടുതരാം. എന്റെ കൈ നീ ചുംബിക്കുമോ? അപ്പോഴും മുസ്ലിം പറഞ്ഞു, ഇന്ന ഹാദാ ലാ യജൂസു ഇല്ലാ ലിൽ അബി. കൈ ചുംബനം ബാപ്പാന്റെ കൈ ചുംബിക്കാം. ബാപ്പാന്റെ കൈ ചുംബിക്കുന്നത് സുന്നത്താണ്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർക്ക് ഒരു പരിചയം പോരാ അല്ലേ? ഇപ്പൊ അടുത്ത് ഉംറക്ക് പോകുന്ന ഒരാളോട്, ഉംറക്ക് പോകല്ലേ, ഇനി എന്താ അവസ്ഥ ചെയ്യേണ്ടത്? യാത്രന്റെ സുന്നത്തായ നിസ്കരിച്ചു, ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലി, നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സൂറത്തൊക്കെ ഓതാനുണ്ട്, അതൊക്കെ ഓതി. യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അങ്ങനെയാണ്. യാത്രയുടെ സുന്നത്തസ്കാരം കഴിഞ്ഞ് ചില ഓതേണ്ട സൂറത്തൊക്കെ ഓതണം. ഓതി കഴിഞ്ഞിട്ട് വരുന്ന അവിടെയുള്ള ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കണം. യാത്ര പോകുന്ന ആൾ സ്വതക്ക കൊടുക്കൽ സുന്നത്താണ്. ഇനി ദുബായിലേക്ക് പോകുന്ന ആളാണെങ്കിലും ശരി, ജിദ്ദയിലേക്ക് പോകുന്ന ആൾ ശരി, യാത്രക്കാരൻ സ്വതക്ക കൊടുക്കുന്നത് സുന്നത്താണ്. പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയാണ്. അന്ന് ചില്ലറയാക്കിയ 2ന്റെ നോട്ട് 1ന്റെ നോട്ടൊക്കെ ഉണ്ടാവും. അത് കാണാനല്ല വേറെ വിഷയോ. 2ന്റെ നോട്ട് 1ന്റെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നിട്ട് ആ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. മുതിർന്ന ആളുകൾക്ക് 10 രൂപ കൊടുക്കും, കുറച്ചുകൂടി ആളുകൾക്ക് 5 രൂപ കൊടുക്കും. 5 രൂപ 10 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് അരി കിട്ടും. ഇന്നത്തെ പോലെയല്ല. അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ 1 രൂപ 2 രൂപ അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും സ്വതക്ക കൊടുക്കും, കുട്ടികൾക്കടക്കം. എന്നിട്ടാണ് ഹജ്ജിന് പോകുന്ന ആൾ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറുക. ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള യാത്ര. ആ വാഹനത്തിലേക്കാൾ കയറി വാഹനങ്ങൾ നീങ്ങുമ്പോ വാഹനം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ബാങ്ക് വിളിക്കും. അത് സുന്നത്താ. അങ്ങനെ ബാങ്ക് വിളിക്കും. ആ സുന്നത്തൊക്കെ ചെയ്യും. ഉംറക്ക് പോകാൻ ഇറങ്ങുന്ന ആള് കാര്യങ്ങളൊക്കെ ചെയ്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ആരെ വീട്ടുകൾ ബാപ്പുണ്ട്, ഉമ്മണ്ട്, എന്നാ അവരെ ഒന്ന് മുസാഫത്ത് ചെയ്ത് കൈയൊന്ന് പിടിച്ച് മുത്തിക്കൊടി എന്ന് പറഞ്ഞു, ചുംബിച്ചോടി സുന്നത്താണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉസ്താദേ മുസാഫത്ത് ചെയ്താ പോലെ ചുംബിക്കണോന്ന്? ബാപ്പാന്റെ കൈ ചുംബിക്കൽ സുന്നത്താണ്. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പാന്റെ കൈ നീ ചുംബിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, ബാപ്പ നിനക്ക് ജന്മം നൽകാൻ നിമിത്തമായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ഉമ്മാന്റെ കൈയും നീ പിടിച്ച് ചുംബിക്കണം, ഉമ്മാമയുടെ കൈയും പിടിച്ച് ചുംബിക്കണം, ഉപ്പാപ്പയുടെ കൈയും പിടിച്ച് ചുംബിക്കണം. സാദാത്തുക്കളെ കൈ ചുംബിക്കുന്നത് അവർ അഹ്ലു ബൈത്തിൽ അംഗമായി എന്ന ബഹുമാനം കൊണ്ടാണ്. ഉലമാഇന്റെ കൈ ചുംബിക്കുന്നത് ഇൽമു കൊണ്ട് അല്ലാഹു ആദരിച്ചു എന്ന നിലക്കാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേറെ കാരണങ്ങളുണ്ട്. ബാപ്പക്കൊരു കാരണവും വേണ്ട, ബാപ്പായി എന്നുള്ള കാരണം കൊണ്ട് തന്നെ കൈ പിടിച്ച് ചുംബിക്കണം. അത് സുന്നത്താണ്, ഒരു പൊരുത്താണ്. ഉമ്മാന്റെ കൈയും പിടിച്ച് ചുംബിക്കണം. യാത്ര പോകുന്ന ആളുകൾക്ക് സുന്നത്താണ്. ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇനി ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ മുസ്ലിം സഹോദരൻ പറഞ്ഞു, ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈയല്ലേ, നീ എന്റെ ബാപ്പല്ലല്ലോ.
നീതിമാനായ രാജാവിന്റെ കൈ ചുംബിക്കണം. നീ നീതിമാനല്ലല്ലോ, 40 ദിവസം എന്നെ പട്ടിണി കിട്ടും, നീ എന്ത് നീതിമാനാ? നിന്റെ കൈ അങ്ങനെ ചുംബിക്കാതാ. അല്ലെങ്കിൽ എന്റെ ഉസ്താദിന്റെ കൈ ചുംബിക്കണം. അത് ഉസ്താദ് എനിക്ക് അക്ഷരം പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഉസ്താദ് ഇപ്പൊ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ശരി, അല്ലാത്ത ആളാണെങ്കിലും ശരി, നമ്മളെ പണ്ട് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് ഇപ്പൊ ആ ഉസ്താദ് ഒരു കച്ചവടക്കാരനാണ്. പക്ഷെ നമുക്ക് ഉസ്താദാണത്. ആ ഉസ്താദിന്റെ അലിഫിന്റെ മേലെയാണ് നമ്മൾ ഇന്നും ഫാത്തിഹ ഓതുന്നത്, ഖുർആൻ ഓതുന്നത്, തക്ബീർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്. ആ അക്ഷരക്കൂട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവിൽ ഉറപ്പിച്ചു തന്നത് ആ ഉസ്താദാണ്. എപ്പോഴും ആ ഉസ്താദിനോട് ബഹുമാനം വേണം. ആ ഉസ്താദ് ആ മേഖലയിൽ നിന്ന് വിട്ടാലും നമുക്കത് ഉസ്താദാണ്. ബഹുമാനം വേണം, ആദരവ് വേണം. രോഗിയായാൽ സന്ദർശിക്കണം, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, ഹദിയകൾ കൊണ്ടുപോയി കൊടുക്കണം, നാട്ടിൽ വരുമ്പോൾ പോയി സന്ദർശിക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം, ദാരിദ്ര്യമുണ്ടെങ്കിൽ ഉസ്താദിനെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണം, എല്ലാ സ്നേഹപരമായ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ ഉസ്താദ് മുഅല്ലിം അല്ലെങ്കിലും ശരി, നമുക്ക് ഇൽമു പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് നമ്മുടെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നത് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ അത്ര കണ്ട് അല്ലാഹു നമുക്ക് ഉയർച്ച നൽകും. ഉസ്താദുമാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം. മദ്രസയിലെ ഉസ്താദുമാര് അടിത്തറ ഭാഗ്യവരാണ് നമ്മുടെ ഇൽമിന്. അവരാണ് നമ്മുടെ അടിത്തറ ഭാഗ്യവര്. കുറെ നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാർ പലരും മരണപ്പെട്ടു പോയി. അള്ളാഹുർക്കൊക്കെ ദർജ കൊടുക്കട്ടെ. ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ. മുഖറബീങ്ങളിൽ അള്ളാഹു സ്ഥാനം കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരോട് ശുക്രാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, എപ്പോഴും ദ്വാരക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എനിക്ക് ഇൽമു പഠിപ്പിച്ചെന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല, എന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദുആ ചെയ്യാതെ ഒരൊറ്റ നിസ്കാരവും ഇല്ല. ഞാൻ ഏത് ഫർദ് നിസ്കരിച്ചിട്ടുണ്ടോ, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ, എന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദുആ നടത്തിയിട്ടല്ലാതെ ഒരൊറ്റ നിസ്കാരവും നിർവഹിച്ചിട്ടില്ല. ബാപ്പ ഉമ്മക്ക് എപ്പോഴും ദുആ ചെയ്യണം. എല്ലാ ദുആകളിലും ബാപ്പാനെ ഉമ്മാനെ ഉൾപ്പെടുത്തണം. അവരെ മറന്നിട്ടൊരു ദുആ പറ്റൂല. ഉസ്താദുമാരെ ഒഴിവാക്കിയൊരു ദുആ പറ്റൂല. നമ്മുടെ ജീവിതത്തിന്റെ അവലംബങ്ങളാണ്, വിജയത്തിന്റെ നെടുന്തൂണുകളാണ് ഇവര്. ഇരിക്കട്ടെ, ഈ മുസ്ലിം പറയുന്നു, ഞാൻ ഒന്നുകിൽ കൈ ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈയല്ലേ, നീ എന്റെ ബാപ്പയല്ല, നീതിമാനായ ഭരണാധികാരിന്റെ കൈയല്ലേ. 40 ദിവസം എന്നെ പട്ടിണി കിട്ട നിനക്ക് എന്ത് നീതിയാണ്? നിന്റെ കൈ ചുംബിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നീ എന്റെ ഉസ്താദാകണം, നീ ഉസ്താദല്ലല്ലോ, പിന്നെ എങ്ങനെ കൈ ചുംബിക്കാനാ? സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞു, പിന്നെ എന്റെ കൈ ചുംബിക്കണില്ലെങ്കിൽ എന്നാ പിന്നെ എന്റെ നെറ്റിയിൽ നീ ഒന്ന് ചുംബനം നടത്തിക്കോ. നിന്റെ നെറ്റിയിൽ വേണമെങ്കിൽ ഞാനൊരു ചുംബനം നടത്താം, പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് എന്റെ കൈയിന്റെ മേലെ ഞാൻ അങ്ങ് ചുംബിക്കാം. ഡയറക്റ്റായി നിന്റെ നെറ്റിക്ക് ചുംബിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈമാനില്ലാത്ത നിന്റെ നെറ്റിക്ക് എന്തൊരു ബഹുമാനമാണ്. എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് ഞാനങ്ങ് ചുംബിക്കാം. അങ്ങനെങ്കിലും എന്റെ കൂടെയുള്ള ആളുകളെ തടവറയിൽ നിന്ന് നീ വിട്ടുതരുമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം അതാ എന്നാ നീ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു. നെറ്റിന്റെ മേലെ കൈവച്ചു. അങ്ങനെ ആ കൈ ചുംബിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതേ ചുംബിക്കാൻ കൈയിന്റെ മേലേക്ക് കൊണ്ടുപോകുമ്പോ, അല്ലെങ്കിൽ നീ ചുംബിക്കണ്ടെന്നും പറഞ്ഞിട്ട് ആ മുസ്ലിമിനെയും കൂടെയുള്ള തടവുകാരെയും വിട്ടുകൊടുത്തിട്ട് അവർക്ക് ധാരാളം സമ്മാനം കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് റോമിലെ രാജാവിന്റെ വക ഒരു എഴുത്ത്. എന്താണ് ആ എഴുത്തിലുള്ളത്? ലൗ കാന ഹാദർ റജുലു ഫീ ബിലാദിനാ അലാ ദീനിനാ ലകുന്നാ നഅതഖിദു ഇബാദതഹു. ഉമർ തങ്ങളെ, നിങ്ങളെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കിയ ഒരൊറ്റ വ്യക്തിയുണ്ട്. ചെമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വറച്ചട്ടിയിൽ ശരീരം ഒന്നുമാകാതെ ബിസ്മി ചൊല്ലിയിട്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ്. 40 ദിവസം പട്ടിണി കിട്ടിട്ട് മുന്നിൽ 1-ാം നമ്പർ ഹംറും അതുപോലെ പന്നീർച്ചയും കൊടുത്തിട്ട് ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ ആള് നമ്മുടെ നാട്ടിലുണ്ടോ? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ ചേർന്നു പോകും. നമ്മൾ ആ ആരാധന ശരിയായി വെച്ചുകൊള്ളും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അതാ ഈ മുസ്ലിം സംഘം മൊത്തം അങ്ങോട്ട് ചെന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, സമ്പത്ത് നിനക്ക് മാത്രം പോരാ, ഒരുപാട് സമ്പത്ത് റോമിലെ രാജാവ് തന്നിട്ടുണ്ടല്ലോ, മദീനയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്. ആ ആളുകൾ മദീനയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം ആ സമ്പത്ത് വീതം വെച്ച് കൊടുത്തു. ഈമാനിൽ വിജയിച്ചത് കൊണ്ട് സമ്മാനമാണ് കിട്ടിയത്. സഹോദരങ്ങളെ, ഈമാനിൽ അടിയുറച്ചു നിന്നപ്പോ അവര് വിജയിച്ചു പോയി. ഈമാനിൽ ഉറച്ചു നിന്ന ആളുകൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ കൈയൊഴിച്ചിട്ടില്ല.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിൽ അടിയുറച്ചു നിൽക്കണം. ഈമാനിനൊരു മാറ്റവും ഉണ്ടായിക്കൂടാ. രണ്ടാമതായി ഒരു കാര്യം പറയട്ടെ, ഈമാന് മാത്രം പോരല്ലോ, സുഹൃതങ്ങളും കൂടെ വേണം, സൽക്കർമ്മങ്ങളും കൂടെ വേണം, നല്ല അമലുകളും കൂടെ വേണം. സുബ്ഹാനല്ലാഹ്, അമലുകളാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട മാർഗം. ഈമാന് മാത്രം പോരാ, അമലുകൾ കുറഞ്ഞു പോകരുത്. ധാരാളം അമൽ ചെയ്യണേ. ഭരണാധികാരികൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? എന്തിനാണ് അറസ്റ്റ് എന്നറിയുമോ? ഭരണം ഏറ്റെടുക്കാത്തതിന്റെ പേരിലാണ്. ഇപ്പോഴൊക്കെ ആൾക്കാർ ഭരണം ഏറ്റെടുക്കാൻ എല്ലാവരും പത്രയായിട്ട് മുന്നോട്ട് ഇല്ലല്ലേ? നിങ്ങൾ വിളിച്ചൊക്കെ അനൗൺസ് ചെയ്തൊക്കെ മൈക്കിൽ എത്ര ആൾ മുന്നോട്ട് വരും? സുബ്ഹാനല്ലാഹ്, ഞാൻ അതിന് പറ്റും. എനിക്ക് ഇംഗ്ലീഷ് അറിയും, മലയാളം അറിയും, കോടതി അറിയും, നിയമം ഒക്കെ അറിയും. ആണും ഒരു പെണ്ണടക്കം വരൂലേ ഭരണം ഏറ്റെടുക്കാൻ? എന്താ അബൂ ഹനീഫ ഇമാം നിങ്ങൾ ഭരണം ഏറ്റെടുക്കാത്ത? ഇസ്ലാമിന്റെ ഭരണാധികാരികൾ പറഞ്ഞിട്ട് ഭരണം വലിയൊരു തലവേദനയാണ്. ഒരൊറ്റ മെമ്പർക്ക് എന്തെങ്കിലും വിഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനടക്കം ജവാബ് പറഞ്ഞിട്ടല്ലാതെ കാല് മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ലല്ലോ. ഭരണം വലിയ തലവേദന പിടിച്ച സംഗതിയാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരികൾ അടിക്കുകയാണ്, ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. മുഖത്തിന്റെ ഭാഗത്തുകൂടെ ചോരങ്ങനെ ഒഴുകുന്നു. ഇമാമുൽ ആദം തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്നെ എത്ര അടിച്ചാലും, നിങ്ങൾ അടിയേറ്റിട്ട് മരിക്കേണ്ടി വന്നാലും ഭരണം ഏറ്റെടുക്കൂല. കാരണം ഭരണവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് അത് ചില്ലറ ഹദീസുകളല്ല, ചെറിയൊരു കാര്യമല്ല. ഞാനത് ഏറ്റെടുക്കൂല. മഹാനവറുകളെ ജയിലിൽ അടച്ചു ഭരണകർത്താക്കള്. ജയിലിൽ അടച്ചപ്പോഴും മഹാനവറുകൾ ദുഃഖിച്ചിരിക്കുകയല്ല. എനിക്ക് അല്ലാഹു തആല താമസിക്കാൻ തരുന്നത് ജയിലാണോ? ജയിലിൽ വെച്ചും എന്റെ ഇബാദത്തിന് കോട്ടം സംഭവിച്ചുകൂടാ. ഉമ്മമാരെ, ജയിലിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ജയിലിൽ വെച്ചാണ്. മരിക്കാൻ സമയം അടുത്തെന്ന് മഹാനവറുകൾക്ക് തോന്നിയപ്പോ നേരെ പോയി ഉളു എടുത്തിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്ന് മഹാനവറുകൾ കൈകെട്ടിയിട്ട് നേരെ നിസ്കാരത്തിൽ സുജൂദിലേക്ക് നെറ്റിവെച്ചപ്പോ കുറെ നേരം കഴിഞ്ഞിട്ടും സുജൂദിൽ നിന്ന് നെറ്റിയെടുക്കാത്തത് കണ്ടപ്പോ ആളുകൾ വന്നിട്ട് അബൂ ഹനീഫ ഇമാം തങ്ങളെ നെറ്റി ഉയർത്തിയപ്പോ സുജൂദിൽ തന്നെ നെറ്റിവെച്ച് അല്ലാഹുവിലേക്ക് നീങ്ങിപ്പോയി. ആ സുജൂദിൽ നെറ്റിവെച്ച സ്ഥലത്ത് വെച്ച് ജയിലിൽ താമസിച്ച സമയത്ത് ഇമാമുൽ ആദം തങ്ങൾ ഓതി തീർത്ത ഖുർആനിന്റെ ഖത്ബ് ജയിലിലുള്ള ആളുകളൊന്ന് എണ്ണി കണക്കാക്കി നോക്കുമ്പോ നെറ്റിവെച്ച സ്ഥലത്ത് വെച്ച് ഇരുന്നോതിയ ഖുർആൻ 7000 ഖത്മാണ്. സുബ്ഹാനല്ലാഹ്, അമൽ കുറഞ്ഞു പോകരുത്. ഫർളും സുന്നത്തുമായ അമൽ നന്നായി സ്വീകരിക്കണം. ഈമാനിന് ഏറ്റവും താങ്ങും തണലുമായി നിൽക്കുന്നത് അമലാണ്. ഈമാൻ പറഞ്ഞിടത്തൊക്കെ അല്ലാഹു ഖുർആനിൽ അമലും പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ അമൽ ധാരാളം ചെയ്യേണ്ട വിഭാഗമാണ്. എന്തിനാണെന്നറിയോ ഉമ്മമാരെ? പൂർവികർ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സുഖങ്ങള് നമ്മൾ കൈക്കലാക്കി പോയി, നമ്മൾ അനുഭവിച്ചു പോയി. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടില് വൈദ്യുതി ലഭിക്കാത്തതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. നമ്മുടെ ഉമ്മാമ്മമാര് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വീടിന്റെ പുറത്തുള്ള കിണറ്റിന്റെ ആഴിയിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഓരോ ദിവസവും 150 200 ലിറ്റർ വെള്ളപ്പാത്രത്തിൽ നിറച്ചവരല്ലേ? ഒരൊറ്റ ദിവസം വെള്ളപ്പാത്രത്തിൽ 200 ലിറ്റർ വെള്ളം കുടുംബത്തിന് വേണ്ടി ഒരു ഉമ്മയും പെങ്ങളും കോരി നിറച്ചാൽ ആ ടൈമിൽ ചെയ്ത സേവനം മുഴുവനും സ്വർഗത്തിലേക്കുള്ള അമലല്ലയോ? ഓരോ തുള്ളി വെള്ളവും അവർ കോരിയെടുത്തത്, മുക്കിയെടുത്തത് സ്വർഗത്തിലേക്ക് സ്ഥാനം കിട്ടുന്ന വലിയ അമലല്ലയോ? നമുക്ക് ആധുനിക സൗകര്യങ്ങളുടെ പേരിൽ ആ വലിയ അമലില്ലല്ലോ. ഒന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ വെള്ളം മുന്നിലെത്തിപ്പോയി, മറ്റൊരു ബട്ടണമർത്തിയാൽ തേങ്ങ അരച്ചുപോയി, വേറൊരു ബട്ടണമർത്തിയാൽ അതേ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഭക്ഷണം പാചകം വരെ ബട്ടണമർത്തുന്നതിലൂടെ വേവുന്ന സ്വഭാവം വരെ മനസ്സിലാക്കിപ്പോയി. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല ഏറെ തരുമ്പോഴും നമ്മളെ ഭാഗത്തുനിന്ന് നന്ദി കുറഞ്ഞുകൂടാ. സൗകര്യങ്ങളുള്ള വീട്ടിൽ താമസിക്കുന്ന നമുക്ക് സുന്നത്ത് നിസ്കാരമില്ലേ? സുന്നത്ത് നിസ്കാരം കുറഞ്ഞുകൂടാ. ഫർള് നിസ്കാരം മാത്രം പോരാ കേട്ടോ, സുന്നത്തായ അമല് ധാരാളം വേണം കേട്ടോ. ഉമ്മമാരെ, നമ്മുടെ വീടൊക്കെ നോക്കുമ്പോ ഒരു സ്വർഗത്തിന്റെ മോഡലല്ലേ? സുബ്ഹാനല്ലാഹ്, വല്ലിപ്പമാരും വല്ലിമ്മമാരും ജീവിച്ച ഭവനങ്ങള്, പൂർവകാലത്തുള്ള ആളുകൾ ജീവിച്ച ഭവനങ്ങള്, എന്തെങ്കിലും സൗകര്യങ്ങൾ ആ വീട്ടിൽ പറയാറുണ്ടോ? ഒരു കട്ടില് വരെ ഒരാൾക്ക് കിടക്കാൻ പാകത്തിലല്ലേ? ഏറിപ്പോയാൽ 2 ആൾക്ക് കിടക്കാൻ പാകത്തിലല്ലേ? ഇന്ന് 4 ആൾക്ക് കിടക്കാനും പാക
പാകത്തിൽ കട്ടിലുണ്ടല്ലോ, 10 ആൾക്ക് വിരിക്കാൻ പറ്റിയ പായയുമുണ്ടല്ലോ, വിരിപ്പും പുതപ്പുമുണ്ടല്ലോ. ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു തആല തന്നത് ഏറെ ശുക്ർ ചെയ്യാനാ, അമലൊട്ടും കുറച്ചുകൂടാ. മഹാന്മാർക്ക് മരണത്തിന്റെ ശേഷം സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ അവർ കണ്ടത്. അതിന് കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെ ജീവിതകാലത്ത് സമ്പാദിച്ച അമലാണ്. ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഇബാദത്ത് ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നിയ മഹാനാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ആ മഹാനുഭാവൻ എന്റെ വീട്ടിലായിരുന്നു. ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയാ, എന്റെ വീട്ടിലായിരുന്നു കുറെ കാലം താമസിച്ചിരുന്നത്. ഇബാദത്ത് ഇങ്ങനെ കാണുമ്പോ എന്തൊരു സൗന്ദര്യാന്നറിയോ? പകല് നോമ്പ്, രാത്രി ഒരു പേരിന് ശരീരത്തെ നുണയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഉറങ്ങി എന്നൊക്കെ പറയാ, 2-3 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ട് നോക്കുമ്പോ കാണാ മഹാനവറുകൾ നിസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, കരയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ജമാഅത്തിന് സുബഹിക്ക് പോകും. പകൽ സമയത്താണെങ്കിൽ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെയും മദീന പള്ളിയിൽ ഉണ്ടാകും, ദർസ് പഠിക്കാനും ഇൽമു കേൾക്കാനും. ഇങ്ങനെ അങ്ങോട്ട് ജീവിതം ഇബാദത്തിലായി മാത്രം കൊണ്ട് മുഴുകിയ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്റെ വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് ഉമ്മുൽ അലാ ബീവി പറയുന്നു, മഹാനവറുകൾ വഫാത്തായി പോയി. വഫാത്തായി കിടക്കുന്ന ആ ജനാസയുടെ അടുത്തേക്ക് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പറഞ്ഞു, അമ്മാ ഷഹാദതി അലൈക ലഖദ് അക്രമകല്ലാഹ്. ഓ ഉസ്മാൻ ബിൻ മദ്ഊൻ തങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യം, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ്, ലഖദ് അക്രമകല്ലാഹ്, അല്ലാഹു നിങ്ങളെ ആദരിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് ബഹുമാനം നൽകിയിട്ടുണ്ടല്ലോ എന്നൊരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഞാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, ഉമ്മുൽ അലാഏ വമാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു, ഈ സ്വഹാബിക്ക് അല്ലാഹു ബഹുമാനം കൊടുത്തു എന്ന് നിങ്ങൾക്ക് ആരാ വിവരം തന്നത്? ഈ സ്വഹാബിക്ക് അല്ലാഹു ബഹുമാനം കൊടുത്തു എന്ന് നിങ്ങൾക്ക് അറിവ് തന്നതാരാ? ഉമ്മുൽ അലാ ബീവി പറയാണ്, ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. രാവും പകലും ജീവിതം കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലേ, എന്റെ കാര്യത്തെ പറ്റി തന്നെ എനിക്ക് വിധി എഴുതാനൊക്കില്ല. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, ഇനി ഞാൻ ഒരാളെയും അത് പറയൂല, പൊക്കി പറയൂല. നിങ്ങൾക്കാരാ വിവരം തന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതോടെ ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ ഒരാളെയും അങ്ങനെ ഉയർത്തി പറയാറില്ല. എന്നാലും എന്റെ മനസ്സിലൊരു സങ്കടം, ഞാൻ ഇത്രയും ബഹുമാനത്തോടെ കണ്ട ഒരു മഹാനെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതിന് നിങ്ങൾക്ക് എവിടുന്നേ വിവരം കിട്ടിയെന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചില്ലേ? ഞാൻ ആ മഹാന്റെ ജീവിതം ശരിക്ക് കണ്ടതാണല്ലോ. അന്ന് മഹാനവറുകളെ ഖബറടക്കിയ ശേഷം രാത്രി സമയത്ത് ഉസ്മാൻ ബിൻ മദ്ഊൻ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഫുൾ വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല സുസ്മേരവദനായി സന്തോഷത്തോടെ പച്ചത്തോപ്പുകളിലൂടെ മഹാനവറുകൾ അങ്ങനെ നടക്കുന്നത് സ്വപ്നത്തിൽ ദർശിച്ചപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു, നബിയേ, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ പൂർണ്ണ വസ്ത്രം ധരിച്ച് പച്ചപ്പുള്ള സ്ഥലത്തുകൂടെ സന്തോഷത്തോടെ നടക്കുന്നത് കണ്ടുപോയി നബിയേ. ഉമ്മുൽ അലാഏ, നിങ്ങൾ കണ്ടത് ശരിയാണ്. ആ കണ്ട സൗന്ദര്യമില്ലേ, അത് ജീവിതത്തിലെ അമലാകുന്നു. അതുകൊണ്ട് ഉമ്മമാരെ അമല് കുറക്കരുത്, ചെറുപ്പക്കാരെ അമല് കുറക്കരുത്. ഖുർആനുമായി ആത്മീയ ബന്ധം നമ്മൾ കൂടുതലാക്കണം. ഒരു മാസക്കാലം വലിയ ബന്ധമുണ്ടായിരുന്നില്ലേ, പെരുന്നാളോട് അത് ഉപേക്ഷിച്ചോ? പറ്റില്ല കേട്ടോ. എല്ലാ ദിവസവും ഖുർആനുമായി ആത്മബന്ധം വേണം, ഖുർആനുമായി വലിയ ബന്ധം വേണം. ഖുർആൻ നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുന്നൊരു കിതാബാണ്, തിരിച്ചറിയുന്നൊരു ഗ്രന്ഥമാണ്. അതിനെ ഓതിയവർക്കും അതിനെ ബഹുമാനിച്ചവർക്കും വലിയ ബഹുമാനം ഖുർആൻ വാങ്ങിത്തരുന്നത് പാരത്രിക ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എപ്പോഴും കൂടെ പിടിക്കണം, ഖുർആൻ എപ്പോഴും തുറന്നു ഓതണം. മുസ്ഹഫ് നമ്മുടെ ഏറ്റവും നല്ല കണക്ഷന് കാരണമാകണം. അള്ളാഹുവിന്റെ ഖുർആൻ നന്നായി ഓതണം. ഉമ്മമാരെ, നഫീസ റളിയല്ലാഹു അൻഹാ അവസാനവും ഖുർആൻ ഓതിയിട്ടല്ലേ വഫാത്തായത്. റാബിയത്തുൽ അദവി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? ഷാഫി ഇമാം തങ്ങൾ ഖുർആൻ കേട്ടിട്ടല്ലേ വഫാത്തായത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഖുർആനുമായി വലിയ ആത്മബന്ധം പുലർത്തിയിട്ട് അമലുകൾ വർദ്ധിപ്പിക്കണം. നിത്യേന ഓതേണ്ട സൂറത്തുകളില്ലേ? സൂറത്തുൽ വാഖിയയും തബാറകയും സൂറത്തു സജദയും അർ-റഹ്മാനും അതൊക്കെ സൂറത്തു ദുഖാനും സബുൽ മുൻജിയാത്ത് എന്നും പതിവാക്കണം. അതേ ഖുർആനുമായി എത്ര വലിയ കണക്ഷൻ കൂടുതലുണ്ട്, അത്ര വലിയ കണക്ഷൻ നമ്മോട്, അത്ര വലിയ പരിചയം വാനലോകത്തുള്ള മലക്കുകൾക്ക് അധികം കിട്ടും കേട്ടോ. ഇവിടെ ഖുർആനുമായി നല്ല ബന്ധമുണ്ടോ? ജനങ്ങളെക്കാളും നമ്മെ പരിചയമുള്ളവര് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാണ്. അതുകൊണ്ടല്ലേ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവർകൾ വഫാത്തായപ്പോ അതേ 10,000 മലക്കുകൾ കൂട്ടം കൂട്ടമായി ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, അല്ല മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മലക്കുകൾ പറഞ്ഞു, ഉണ്ട് നബിയേ. വാനലോകത്തുള്ള മുഴുവൻ മലക്കുകൾക്കും മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നന്നായി അറിയാം. എങ്ങനെയെന്ന് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ പറഞ്ഞു, ഒരു ദിവസം ഏറ്റവും അധികം ഭൂമിയിൽ നിന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് വാനലോകത്തേക്ക് അതിന്റെ ആ ഒരു സൗന്ദര്യം, അതിന്റെ ആ ഒരു ശബ്ദം, അതിന്റെ ആ ഒരു സുഗന്ധം മുആവിയ റളിയല്ലാഹുവിൽ നിന്നാണ് അടിച്ചു വീശുന്നത്. ഏറ്റവും അധികം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്ന മഹാനാണ് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു. അവർ വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലില്ല, നബി തങ്ങൾ തബൂക്കിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ജനാസ നിസ്കരിക്കാൻ ഇറങ്ങിയ മലക്കുകളെ കാണണോ മദീനത്ത്? മദീന അങ്ങനെ തബൂക്കിലേക്കൊന്നും ഇങ്ങനെ ചുരുട്ടി കൊടുത്തു. എന്നിട്ട് ആ സ്വഹാബിന്റെ ജനാസക്ക് നബി തങ്ങൾ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 50,000 മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവർക്കൊക്കെ എങ്ങനെയാ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു പരിചയം? ഒറ്റ കാരണം കൊണ്ടാണ്, ഖുർആനുമായുള്ള വലിയ ബന്ധം. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിത്യേന ഓതൽ ഏറ്റവും അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനവറുകൾ എണ്ണം പറഞ്ഞത് 200 ആണ് ഫത്ഹുൽ മുഈനിലൂടെ. 200 പ്രാവശ്യം ദിനേന ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിന് ഇത്രത്തോനെ ടൈമൊന്നും വരില്ല. 2 മിനിറ്റ് വാച്ചിലേക്ക് നോക്കിയിട്ടൊന്ന് ഇഖ്ലാസ് സൂറത്ത് ഓതി നോക്കി, എത്ര ഓതി തീരുന്നറിയും? ആകെ 4 ആയത്തല്ലേ ഉള്ളൂ. പെട്ടെന്ന് 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 ഓതി തീരും. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 40 വീതം ഓതിയാൽ 200 ഉണ്ടാകൂലേ? 200 ഉണ്ടാകും. വളരെ എളുപ്പമല്ലേ? നിസ്കാരം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ കൈവരൽ അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഓതിയാൽ മതി. പുരയിലെത്തുമ്പോഴേക്കും 40 ഓതിത്തീരും, പെട്ടെന്ന് ഓതിത്തീരും. നിസ്കാര കുപ്പായം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അടുക്കളയിലേക്ക് ഒന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കയ്യിൽ എണ്ണം പിടിച്ച ഉമ്മമാരെ 40 എണ്ണി തീരും. വലിയ പ്രയാസമൊന്നുമില്ല. പതിവായി ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. അത് അധികം ഓതിയപ്പോഴാണ് ഇത്രയും മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങിയത്. തബൂക്കിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗം കാണുകയാണ്. ജനാസ നിസ്കാരത്തിന് തങ്ങൾ നേതൃത്വം നൽകി. ഖുർആനുമായുള്ള ബന്ധം, വാനലോകത്തുള്ള മലക്കുകൾ വലിയ പരിചയം അവർക്ക് നമ്മെ കുറിച്ച് കിട്ടുന്ന ഒരു ബന്ധമാണ്. ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ഈ ചുരുങ്ങിയ ആയുസ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായി പൊരുത്തത്തിലായി ചെലവഴിക്കണം. റബ്ബ് തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മൾ ശീലിക്കണം. മുഅക്കദായ ഒറ്റ സുന്നത്ത് നിസ്കാരവും നമ്മൾ ഒഴിവാക്കരുത്. കഴിവിന്റെ പരമാവധി ദുഹാ നിസ്കാരം ശീലമാക്കണം. ആത്മജ്ഞാനികൾ പറഞ്ഞില്ലേ, സാമ്പത്തിക രംഗത്ത് വലിയ ബറക്കത്ത് കിട്ടുന്നതിന് നിമിത്തമാകുന്ന ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന പലരുമുണ്ട്. കടബാധ്യതകൾ, കച്ചവടം ശരിയാകണില്ല, ജോലി ശരിയാകണില്ല, കുറെ ജോലിക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് ആദ്യം പോകും, 2 ആഴ്ച നിൽക്കും, പിന്നെ 1 മാസം നിൽക്കും, പിന്നെ അത് വേണ്ട നോക്കും. വലിയ ബുദ്ധിമുട്ടാണ്. എത്ര കിട്ടിയാലും തികയില്ല. സാമ്പത്തിക രംഗത്ത് വലിയ ബറക്കത്തുണ്ടാകാൻ വലിയൊരു സബബാണ് ദുഹാ നിസ്കാരം. 8 റക്അത്ത് നിസ്കരിക്കുന്ന ആലിമീങ്ങളുണ്ട്. ഒരു 2 നമ്മൾ നിസ്കരിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജോലിക്ക് പോകുന്ന നേരമാകുമ്പോ സൂര്യൻ ഉദിച്ചൊരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്ക് ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. മക്കയിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു എന്നല്ലേ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചല്ലേ തങ്ങൾ നിസ്കരിച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരു 2 നമ്മൾ നിസ്കരിച്ചാൽ അത് വലിയ ബറക്കത്തുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് വലിയ ബറക്കത്ത് നമ്മുടെ സാമ്പത്തികമായ രംഗത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിലുള്ള നൂറാനിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ, ഖബറിലുള്ള വലിയ പ്രകാശം ഉദ്ദേശിക്കുന്ന ആളുകൾ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. ഫലറകഅതാനി മിനസ് സ്വലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമംബലാ. രാത്രിയിലുള്ള 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമാകുന്ന ഒരു സമയമെങ്കിലും കണക്ക് കൂട്ടി കഴിയണം. സുബ്ഹി വാങ്ങ് കൊടുത്തിട്ട് എഴുന്നേൽക്കാൻ കാക്കരുത്. അതിന്റെ മുമ്പ് അല്പം മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് പതിവാക്കിയാൽ
ഒറ്റക്ക് കിടക്കുന്ന ഒരു ജീവിതം നമുക്കൊക്കെ വരാനുണ്ട്. ആരും തുണക്കവിടെ കൂട്ടിനില്ലല്ലോ. ദുനിയാവിൽ ഊണിലും ഉറക്കത്തിലും കൂട്ടിലുള്ള കൂട്ടുകാരനാണെങ്കിലും നമ്മളവിടെ ഒറ്റപ്പെട്ടു പോയി. ഏത് വലിയ സ്ഥാനമുള്ള ആലിമും കിടക്കേണ്ടത് ഒറ്റക്കല്ലേ? എത്ര വലിയ സ്ഥാനമുള്ള ജനനേതാവും അവിടെ ഒറ്റക്കല്ലേ? നമുക്ക് സ്പെഷ്യലായ ഒരു വിരിപ്പ് അവിടെ വിരിച്ചു തരുന്നില്ലല്ലോ. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള വിരിപ്പല്ലേ? അതല്ലേ മണ്ണിന്റെ വിരിപ്പ്? എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള തലയിണയല്ലേ? അതല്ലേ കളിമണ്ണിന്റെ തലയിണ. സുബ്ഹാനല്ലാഹ്, ആ കഷ്ണം കണക്കാക്കിയ തുണിയിൽ നമ്മളവിടെ പൊതിഞ്ഞ രൂപത്തിൽ കിടക്കുമ്പോ ആ ലോകത്ത് വലിയ സന്തോഷത്തിനും വലിയ വെളിച്ചത്തിനും വലിയ നിമിത്തമാണ് ഈ നിസ്കാരമെന്ന് നിസ്കരിച്ച് അനുഭവിച്ച മഹാന്മാര് വരെ പറഞ്ഞില്ലേ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ വഫാത്തിന് ശേഷം കണ്ട ശിഷ്യന്മാരോട് ഉസ്താദേ എങ്ങനെയുണ്ട് ഹാലെന്ന് ചോദിക്കുമ്പോ ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ്, ഒരുപാട് വഅദ് പറഞ്ഞ മഹാനാണ്. മഹാനവർകൾ പറഞ്ഞു ത്വാഹത്തിൽ കൽ ഇശാറാത്ത് വഫനിയത്തിൽ കൽ ഇബാറാത്ത്. എന്റെ മുഖപ്രസംഗങ്ങളൊക്കെ തീർന്നുപോയി, ഞാൻ ഒരുപാട് സൂചനകൾ പഠിപ്പിച്ചതൊക്കെ പോയി. വമാ നഫഅനാ ഇല്ലാ റുകയാതുൻ റകഅനാ ജൗഫൽ ലൈൽ. അന്തിപ്പാതിര നേരത്ത് നിസ്കരിച്ച ചില്ലറ റകഅത്തുകളല്ലാതെ നമുക്ക് ഉപകാരം കിട്ടിയിട്ടില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ചവരാണ് ഉമ്മമാരെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 റകഅത്ത് വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറില്ലേ, അവിടുത്തെ കൈകൊണ്ട് എന്റെ ശരീരത്തിലൊന്ന് ഞെക്കും, തുണിയുള്ള ഭാഗത്ത് തങ്ങളൊന്ന് അമർത്തും, ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ഞാനും തഹജ്ജുദ് നിസ്കരിക്കും. കുറച്ച് ദ്വാരന്ന് കഴിയുമ്പോഴേക്ക് സുബ്ഹിന്റെ വാങ്ക് വിളിച്ചുപോയി. തങ്ങൾ എത്രയോ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, എന്നാലും ഞങ്ങൾ നിസ്കരിക്കാതെ തങ്ങൾ വിടാറില്ല. തഹജ്ജുദിന്റെ നേരം നോക്കിയിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട്. 10 വീട് തങ്ങൾ വിളിച്ചുണർത്താറുണ്ട്. 9 ഭാര്യമാരുടെ വീടും മരുമകനും മകളും താമസിക്കുന്ന വീടും തഹജ്ജുദിന് വിളിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, നമ്മളെ സൗകര്യമുള്ള വീടല്ല കേട്ടോ അത്. നമുക്ക് വിളിക്കാനും ഉണരാനും സൗകര്യങ്ങൾ ഏറെയുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ നിസ്കാരവും ഒരു മാസക്കാലം പതിവാക്കിയവര് നിർത്തിപ്പോയോ? നിർത്താനായിട്ടില്ല. എന്നും പതിവായിക്കൊണ്ട് നടക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.